ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ഒരുമിച്ച് ആയിരിക്കാനായിട്ട് കർത്താവ് തന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിൽ ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള അനുഭവം. സങ്കീർത്തനക്കാരൻ അത് എൻ്റെ ജീവിതത്തിലെ പ്രമോദമാണ് നിന്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവവചനത്തിന് ആ സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ബദ്ധപ്പാടിനിടയ്ക്കും ഈ 1 മണിക്കൂർ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നത്. അതിനൊരു കാരണം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട്, ക്രമപ്പെടുത്തുവാനായിട്ട് ദൈവത്തിന്റെ വചനമാണ് മുഖാന്തരമായിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിന് കാരണം. പ്രായോഗിക തലത്തിൽ ദൈവവചനത്തെ എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ പഠിക്കാം എന്നത് സംബന്ധിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി തീരുന്നത്. നമുക്കറിയാം, ഒരു സമൂഹമായിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ സമൂഹത്തിൽ എല്ലാവരെയും നമുക്ക് ഒരുപോലെ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. ഓരോ വ്യക്തികളും തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോഴാണ് സാമൂഹികമായിരിക്കുന്ന രൂപാന്തരം ഉണ്ടാകുന്നത്. ദൈവവചനം നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വരുമ്പോൾ കർത്താവ് ഭൂമിയിലായിരുന്ന സമയത്തും പഴയ നിയമകാലത്തും പ്രവാചകന്മാർ ശുശ്രൂഷ ചെയ്തിരുന്ന കാലത്തൊക്കെയും ദൈവവചനം വളരെ ശക്തിയോടുകൂടി ജനത്തിന് മുമ്പാകെ അവതരിപ്പിക്കുമെങ്കിലും, അല്ലെങ്കിൽ പ്രവാചകന്മാർ മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് ജനത്തോട് ഇടപെടുമെങ്കിലും വളരെ ചുരുക്കം പേരാണ് അതിനോട് ക്രിയേറ്റീവായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് അവരോട് വചനത്തോട് പ്രതികരിക്കുന്നത്. അല്ലാത്തവരെന്നും ലോകത്തിന്റെ വഴി അല്ലെ പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കുന്നതിലാണ് എപ്പോഴും താല്പര്യപ്പെടുക. ക്രിസ്തീയ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലും അപ്പോസ്തല പിതാക്കന്മാരായിരുന്ന കാലത്തും ഇത് തന്നെയായിരുന്നു അവസ്ഥ. 1-ാം നൂറ്റാണ്ടിൽ ദൈവത്തിന്റെ ആത്മാവ് ഏറ്റവും ശക്തിയോടുകൂടി വ്യാപരിച്ചിരുന്ന ആദിമ നാളുകളിൽ തന്നെ സഭയ്ക്കുള്ളിലേക്ക് പല ആശയക്കുഴപ്പങ്ങളും കടന്നു വരുവാനായിട്ടും അപ്പോസ്തല പിതാക്കന്മാർ ആ വിഷയത്തിൽ ശക്തമായി ഇടപെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ 2000 വർഷം കഴിഞ്ഞ് നാം ആയിരിക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഡീജനറേഷൻ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഒരു സഭ അല്ലെങ്കിൽ ഒരു സമുദായം തുടങ്ങി, അല്ലെങ്കിൽ ഒരു സഭാ സംവിധാനം ദൈവാത്മാ പ്രവൃത്തിയാൽ തുടങ്ങി, അത് നമ്മൾ അതുമായിട്ട് അങ്ങ് യൂസ് ടു ആയി മാറിക്കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഗൗരവം, പ്രാധാന്യം കുറഞ്ഞു പോകും. ഇസ്രായേലിന്റെ ജീവിതത്തിലും അത് സംഭവിച്ചു. നമുക്കറിയാം, ഏലിയുടെ പുരോഹിതന്റെ കാലമൊക്കെ ആയപ്പോഴത്തേനും യാഗങ്ങൾ പോലും അവർക്ക് ഒരു ആചാരമായി മാറിയിരുന്നു. അതുപോലെയാണ് ഇന്ന് വിശ്വാസികളായിരിക്കും നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയും ദൈവവചന പഠനവും ആരാധനയും ആത്മീയ ജീവിതം ഒരു ആചാരമായി മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വ്യക്തിപരമായി അടുത്തു വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായി കർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്, അതാണ് കർത്താവ് പ്രധാനമായിട്ട് പരിശോധിക്കുന്ന വിഷയം. ആ ഒരു ഉൾക്കാഴ്ച ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഈ വിഷയങ്ങളെ പഠിച്ച് മുന്നോട്ട് പോകുവാനായിട്ട് ഞാനും ദൈവത്തിൽ ആശ്രയിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 21 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചത്. 21-ാം വാക്യത്തിൽ അവസാനം വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പറയുന്നത്, വെളിച്ചത്തെക്കാൾ ഇരുളിനെ മനുഷ്യൻ സ്നേഹിച്ചു. സുവിശേഷം അല്ലെങ്കിൽ കർത്താവിൽ വിശ്വസിക്കുന്നതിന് ജനങ്ങൾക്ക് തടസ്സമായിട്ടുള്ള കാരണം എന്നുള്ള വിഷയത്തിൽ നമ്മൾ ആ വിഷയം ചിന്തിച്ചതാണ്. എന്നാൽ അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ, സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് ചെയ്തിരിക്കാൻ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിലേക്ക് വരുന്നു. അത് ക്രിസ്തീയ ജീവിതത്തിന്റെ സാക്ഷ്യത്തെക്കുറിച്ചാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ ഒരു വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജസ്റ്റ് അതുകൂടെ പറഞ്ഞിട്ട് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോകും. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 17-ാം വാക്യം, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ദൈവവചനം ഇവിടെ പറയുന്നത് സത്യം പ്രവർത്തിക്കുന്നവനെ തന്റെ പ്രവൃത്തി ദൈവത്തിൽ നിന്ന് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കർത്താവ് 17-ാം അധ്യായത്തിൽ പറയുന്നത്, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ഈ സത്യം എന്ന് പറയുന്നത് ദൈവവചനമാണ്. ആളത്വപരമായി നമ്മുടെ കർത്താവാണ്. എന്നാൽ ആക്ഷരികമായിട്ട് നമ്മൾ പറയുമ്പോൾ ദൈവവചനത്തെക്കുറിച്ചാണ് ആ വിഷയം പറയുന്നത്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം സത്യമാണ് എന്നുള്ള വിഷയം. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്ന ഒരു വിഷയമുണ്ട്. ദൈവത്തിന്റെ വചനം ജീവനും, നമുക്കറിയാവുന്ന വാക്യമാണ്, ജീവനും ചൈതന്യവും ഉള്ളതായി ഇരുവായ്ത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതും നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. അപ്പൊ ഇത് ദൈവവചനത്തിന്റെ പ്രത്യേകതയാണ്. ഈ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് ദൈവവചനം കടന്നു ചെല്ലാൻ അനുവദിക്കണം. അത് ചെല്ലുന്ന സ്വഭാവമുള്ളതാണ്. എന്നാൽ പഴയ നിയമകാലത്ത് ഇസ്രായേലിനോട് പറയുന്നത്, നിങ്ങൾ യഹോവയുടെ വചനം കേൾക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, പുതിയ നിയമത്തിലും പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്രായേൽ ജനത്തെ പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത്. അപ്പോൾ അവിടെ ഒരു പോസിബിലിറ്റി, ഇത് ഇരുവായ്ത്തലുള്ള മൂർച്ചയുള്ള വാളാണ്. അത് 2 സൈഡും ഒരുപോലെ ഷാർപ്പായിട്ടുള്ള വാളാണ് ദൈവവചനം എന്ന് പറഞ്ഞാൽ
ക്ലാസ് എടുക്കുന്നവനെയും മുറിപ്പെടുത്തും, കേൾക്കുന്നവനെയും മുറിപ്പെടുത്തും. അതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത. അത് ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലും, പക്ഷെ അതിനൊരു പ്രത്യേകത നമ്മൾ അനുവദിക്കണം. അതാണ് അതിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുക. എൻ്റെ ക്ലാസ് കേൾക്കുന്നവരായി ഹൃദയം കഠിനപ്പെടുത്തിയിരിക്കുന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ ആശയം. ഞാൻ പറഞ്ഞു, നമ്മൾ വ്യക്തിപരമായിട്ട് ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം കേൾക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് ക്രിയ ചെയ്യുവാനായിട്ട് ഒരവസരം കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഹൃദയം കഠിനപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളിത് കേൾക്കുന്നു, അത് നമ്മുടെ ഹൃദയവുമായിട്ട് ഒന്നും ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് അനുവദിക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല എന്നതിൻ്റെ ആശയം. അപ്പോൾ നമ്മൾ ഈ സത്യത്താൽ ശുദ്ധീകരിക്കണം എന്ന് കർത്താവ് പറയുമ്പോൾ, കർത്താവ് പറയുന്നത് നിന്റെ വചനത്താൽ, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണം, നിന്റെ വചനം സത്യമാകുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധീകരണം ഉണ്ടാകണം. അതാണ് കർത്താവിന്റെ ഉദ്ദേശം. വിശുദ്ധീകരണം നമുക്കറിയാം, നമ്മൾ സ്ഥാനീയമായിട്ട് രക്ഷിക്കപ്പെട്ട സമയത്ത്, കർത്താവിൽ വിശ്വസിച്ച് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച സമയത്ത് നമ്മൾ സ്ഥാനീയമായി, പൊസിഷനലി നമ്മൾ വിശുദ്ധന്മാരും നീതിമാന്മാരുമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെ നമ്മളെ ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നു. അത് സ്ഥാനീയമായിട്ടാണ്. പ്രായോഗികമായിട്ട് വരുമ്പോൾ നമ്മൾ ഇതേ ജഡത്തിലും ഇതേ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് പാപത്തോടുള്ള അനുരാഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു വിഷയം. അതുകൊണ്ടാണ് നിങ്ങൾ പാപത്തോട് പോരാടി നേടണമെന്ന് പറയുന്നത്. എന്നാൽ ഈ പോരാടി നേടണമെന്ന് പറയുന്നത് യുദ്ധം ചെയ്യണം എന്നുള്ള ആശയമല്ല. ഇവിടെ ദൈവവചനത്തിന് നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ക്രിയ ചെയ്യുവാനായിട്ടുള്ള അനുവാദം നമ്മൾ കൊടുക്കണമെന്ന് അതിൻ്റെ ആശയം. ഇല്ലെങ്കിൽ പറയുന്നുണ്ട്, കമിഴ്ത്തി വെച്ച കലത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്നത് പോലെയാണ് ദൈവവചനം. അത് വന്നു വീണു, ഒഴുകിപ്പോയി എന്നുള്ളൊരു ആശയം മാത്രമേ അവിടെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവവചനത്തിന് മുമ്പാകെ 21 വാക്യത്തിൽ വരുമ്പോൾ പറയുകയാണ്, തൻ്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുന്നുണ്ട്, അവനൊന്നും മറച്ചു വെക്കേണ്ട ആവശ്യമില്ല. അതാണ് എന്ന് പറയുക, ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്ന, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ് എന്ന് സമൂഹത്തിന്റെ മുമ്പാകെ, മറ്റ് വിശ്വാസികളുടെ മുമ്പാകെ സാക്ഷിക്കുന്നതിന് അവനൊരു മടിയില്ല, ശങ്കയില്ല. കാരണം അവൻ സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവനാണ്. അതിനു മുമ്പുള്ള പ്രശ്നം എന്താണ്? ദൈവവചനത്തോട് ആളുകൾ മറുതലിച്ച് നിൽക്കുവാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ പാപങ്ങളാണ്. ഈ പാപത്തെക്കുറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ബോധം വരുത്തുമ്പോൾ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ പുറത്തേക്ക് വെളിച്ചത്തിലേക്ക് വരുവാനായിട്ട് അവർ ശങ്കിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിന് കാരണം. അല്ലാത്തവർക്കുള്ള പ്രശ്നം, തങ്ങളുടെ പാപങ്ങൾ വെളിപ്പെടും എന്നുള്ള കാരണത്താൽ അവർ ദൈവവചനത്തിലേക്ക്, അല്ലെ സുവിശേഷത്തിലേക്ക്, വിശ്വാസത്തിലേക്ക് വരാതിരിക്കുന്നു. ഇതാണ് യോഹന്നാൻ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തിലായിരിക്കും നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുന്ന ഒരു വിഷയം, ഇന്ന് പലപ്പോഴും നമ്മളുടെ ഐഡന്റിറ്റി, നമ്മൾ ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ നമുക്കുള്ള മടിക്ക് കാരണം നമ്മുടെ ജീവിതത്തിൽ പലതും വെളിപ്പെട്ടു വരും എന്നുള്ള ഒരു ഭയം കൊണ്ടാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരുടെയും ഹൃദയത്തിൽ സകല ദുഷ്ടതയും പാപവും ഒക്കെ നിറഞ്ഞു ഇരിക്കുന്നത്. നമ്മൾ ഈ ജഡത്തിൽ, ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഇത് വെളിപ്പെട്ട് വരും എന്നുള്ള വിഷയം കൊണ്ടാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് അകന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവവചനം പഠിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തും. അതാണ് ദൈവാത്മാവിന്റെ പ്രവൃത്തി. അപ്പോൾ ആ നിലയിൽ ബോധ്യം വരുമ്പോൾ അതിനെ ശുദ്ധീകരിക്കുന്ന, നിന്റെ വചനത്താൽ ശുദ്ധീകരിക്കണം. ഈ ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തല്ലിയുള്ള വാളായിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിനെ ഒന്ന് ശോധന ചെയ്യുമ്പോൾ ഈ വ്യക്തിക്ക് വ്യക്തിപരമായിട്ടാണ് പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കല്ല. പലപ്പോഴും നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ ഇത് അവനെക്കുറിച്ച് പ്രസംഗിച്ചതാണ്, ഇത് ആ സഹോദരിയെ കുറിച്ച് പ്രസംഗിച്ചതാണ് നമ്മൾ ചിന്തിക്കുന്നു. നമ്മുടെ ഹൃദയത്തിലെ ഈ മുറിവ് നമ്മളത് മുറിഞ്ഞെന്ന് സമ്മതിക്കുന്നില്ല. അതതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ വിശുദ്ധീകരണം ഉണ്ടാകുന്നില്ല. നമ്മൾ പഴയ മനുഷ്യരായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഉണ്ടാകുന്ന മുറിവുകളെ നമുക്കറിയാം, മുറിവ് അങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് ഹാർഡൻഡ് ആയിട്ട് മാറും. ഒരിക്കലും ഉണങ്ങാത്ത മുറിവുകളായിട്ട് അത് അവിടെ ഇരിക്കും. എന്നാൽ അതിനെ നമ്മൾ ഹീല് ചെയ്ത് കഴുകി കെട്ടിക്കഴിഞ്ഞാൽ, അത് ഉണങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവിക ശരീരമായിട്ട് അത് മാറുകയും ചെയ്യും. അപ്പോൾ ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ ദൈവവചനത്തോട് വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും രണ്ട് നിലയിലുള്ള പ്രതികരണം ഉണ്ടാകുന്നു. ഒന്ന്, പാപത്തിൽ തുടരുവാനായിട്ട് അല്ലെങ്കിൽ ലോകപ്രകാരം ജീവിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസി ആ സിറ്റീസ് കണ്ടിന്യൂ ചെയ്യും. അല്ലാത്ത വിശ്വാസി വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തിന് മുമ്പാകെ ഒരു പരിവർത്തനം അല്ലെങ്കിൽ ഒരു തിരുത്തൽ, ഒരു ശുദ്ധീകരണം വരുത്തും എന്നുള്ളതിന്റെ പ്രത്യേകത. കർത്താവ് പ്രാർത്ഥിക്കുന്ന വിഷയം, നിന്റെ വചനം സത്യമാകുന്നു, നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണം. അപ്പൊ വചനം നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണത്തിന് മുഖാന്തരമായി തീരണം എന്നുള്ളതാണ് ദൈവവചനം വായിക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടതായ ചിന്ത.
അപ്പോൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു മനോഭാവത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരിവർത്തനത്തിനെ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തി തരികയാണ്. ഈ യോഹന്നാൻ ഈ വിഷയം എഴുതി വന്നപ്പോൾ ഞാൻ ഈ യോഹന്നാൻ 1 വാക്യം മുതൽ മുമ്പോട്ട് ഇങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചു വരുമ്പോൾ നമ്മൾ യോഹന്നാൻ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രം ഇങ്ങനെ എഴുതി വന്നു, യേശുക്രിസ്തുവിന്റെ അത്ഭുതം എഴുതി വന്നു എന്നത് സ്വാഭാവിക ചിന്തയാണ് നമ്മുടെ ജീവിതത്തിൽ സാധാരണ ഉണ്ടാകുന്നത്. യേശുക്രിസ്തുവിന്റെ ലൈഫ് ഹിസ്റ്ററി താൻ എഴുതി വന്നു എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുക. എന്നാൽ നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ വളരെ പ്രോഗ്രസീവായിട്ട്, ക്രമാനുഗതമായിട്ട് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് നിമിത്തം മനുഷ്യർക്കുണ്ടാകുന്ന രൂപാന്തരത്തെ, പരിവർത്തനത്തെ പടിപടിയായിട്ടാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അതിനിടയ്ക്ക് താൻ വളരെ ശ്രദ്ധയോടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഒരു വിഷയം പറഞ്ഞു വന്നിട്ട് ഉടനെ തന്നെ യേശുക്രിസ്തുവിന്റെ ദൈവത്വവും യേശുക്രിസ്തുവിൽ ദൈവം കാണിച്ച സ്നേഹത്തെയും എടുത്തെടുത്ത് കാണിക്കുവാനായിട്ട് താൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയം രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട 2 വിഷയങ്ങളാണ് യേശുക്രിസ്തുവിന്റെ ദൈവത്വവും ആ യേശുക്രിസ്തുവിൽ പിതാവായ ദൈവം അല്ലെങ്കിൽ ദൈവം മനുഷ്യനോട് കാണിച്ച സ്നേഹവും. ഈ 2 വിഷയവും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹപൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ 21 വാക്യത്തിൽ വന്ന് ആ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ തൻ്റെ പ്രവൃത്തി, അതായത് താൻ വചനത്താൽ വിശുദ്ധീകരണം പ്രാപിച്ച വ്യക്തി ആയതുകൊണ്ട് സുവിശേഷം കേട്ട് അനുസരിക്കുന്ന വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിലുണ്ടായ പരിവർത്തനത്തെ മറ്റുള്ളവരോട് പറയുവാൻ, മറ്റുള്ളവർക്ക് മുമ്പേ പ്രദർശിപ്പിക്കുവാൻ. ഇപ്പൊ എല്ലാവരും പ്രസംഗകരാകണം എന്നില്ല, എല്ലാവരും സുവിശേഷം പറയുന്നവരാകണം എന്നില്ല. ആ വ്യക്തിയുടെ ജീവിതം, അത് നമ്മൾ സാക്ഷ്യ ജീവിതം എന്ന് പറയും. നമ്മുടെ ഏറ്റവും ലളിതമായ ഭാഷയിൽ സാക്ഷ്യമുള്ള ജീവിതം. പണ്ടുകാലങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തകർ ധാരാളം ഉണ്ടായിരുന്നു. അതിലുപരി അവരുടെ ജീവിതം കണ്ടാണ് ആളുകൾ വേർപാട് സമൂഹത്തോട് ചേർന്നത്. ക്രിസ്തീയ വിശ്വാസവും ക്രിസ്തീയ രീതിയും സിസ്റ്റവും സംവിധാനവും ഒക്കെ വേർപാട് സമൂഹം തുടങ്ങുന്നതിന്, അല്ലെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലുണ്ട്. എന്നാൽ നവീകരണ കാലം വന്ന് വേർപാട് സമൂഹവും അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് വേർപാട് സമൂഹങ്ങളും വന്നപ്പോൾ അതിൽ പലരും ഈ സമൂഹത്തോട് ചേർന്ന് വന്നത് ഇവരുടെ പ്രസംഗം കേട്ടിട്ടല്ല, ഇവരുടെ ജീവിതം കണ്ടിട്ടാണ്. ഇവരുടെ ജീവിതത്തിൽ അവർ പാലിച്ചിരുന്ന വേർപാട് കണ്ട്, ജീവിതം കണ്ട്, മാതൃകാ ജീവിതം കണ്ട് ഈ സമൂഹത്തോട് ചേർന്ന് വരുവാനും ഇവരെ അനുകരിക്കുവാനും ഇടയായി. നമ്മൾ പറഞ്ഞ അപ്പസ്തോലന്മാരോട് കർത്താവ് പറഞ്ഞു, കർത്താവിനെ അനുകരിക്കണം, കർത്താവ് പറഞ്ഞു, പൗലോസ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. അപ്പോൾ ആ നിലയിൽ അനുകരിക്കത്തക്ക ഒരു മാതൃക മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് ഇടയായി. എന്നാൽ ഇന്ന് പ്രസംഗം ഒത്തിരി ഉണ്ട്, സുവിശേഷ വേലക്കാർ ഒത്തിരി ഉണ്ട്, ക്യാമ്പുകളും കോൺഫറൻസുകളും ഒത്തിരി ഉണ്ട്. പക്ഷെ കണ്ട് അനുഗമിക്കത്തക്ക നിലയിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ഇനി ശ്രദ്ധിച്ചൊന്ന് നോക്കിപ്പോയാൽ ഒരിക്കലും വിശ്വാസത്തിലേക്ക് വരാൻ പറ്റാത്ത കാര്യങ്ങളാണ് സഭയിലും വിശ്വാസികളുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ കുറ്റപ്പെടുത്താനായിട്ട് പറഞ്ഞു. നമ്മൾ ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ, അത് മനസ്സിലാക്കി തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ക്രമീകരണം ഉണ്ടാവുള്ളൂ. നമ്മുടെ ഉള്ളിൽ ലോക മനുഷ്യരെക്കാട്ടിലും വ്യത്യസ്തമായ നിലയിലുള്ള പകയും വിദ്വേഷവും കുശുമ്പും കുനായ്മ എല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ വെച്ച് വല്ലാത്തൊരു തിങ്ങിയിരിക്കുന്ന ഒരു അനുഭവം. ഇതിനകത്തേക്ക് നോക്കുമ്പോൾ ഇതിനകത്തേക്ക് ആളുകൾ ആകർഷിക്കപ്പെടുകയില്ല. നമ്മളതിന് പല കാരണങ്ങൾ പറയും, അതില്ലാത്തതുകൊണ്ട് ഇതില്ലാത്തതുകൊണ്ട് ആളുകൾ വരുന്നത്. അതൊന്നുമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ കാണുവാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ വിഷയമാണ് യോഹന്നാൻ സുവിശേഷം 3-22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന വിഷയം. അവിടെ നമ്മൾ ആ വിഷയം ശ്രദ്ധിച്ചു പഠിക്കുമ്പോൾ ലേഖനങ്ങൾ അത് കൃത്യമായ നിർദ്ദേശമായി ഉപദേശമായിട്ട് തരുന്നു. ഇവിടെ യോഹന്നാൻ ആ വിഷയം എഴുതി വരുമ്പോൾ വളരെ ഹൃദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന നിലയിലാണ് വിഷയങ്ങൾ വരുന്നത്. ഇവിടെ യോഹന്നാന്റെ സുവിശേഷം 3-22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്കെല്ലാം വളരെ പരിചിതമാണ്. യോഹന്നാൻ സ്നാപകനാണ് അവിടുത്തെ പ്രധാന വിഷയം. 22 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അതിന്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പം നമുക്കറിയാം, ഒരു ലൈവ് സ്റ്റോറി പോലെയാണ് യോഹന്നാൻ ഈ വിഷയം എഴുതി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കൂടി അങ്ങ് സഞ്ചരിക്കണം. അത് അതിന്റെ ഏറ്റവും യോഹന്നാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയം. ഈ ഗുരുവിന്റെ കൂടെ ശിഷ്യന്മാർ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടല്ലോ. അവര് നടന്നു, ശിഷ്യന്മാര് ഗുരുവിന്റെ കൂടെ, കർത്താവിന്റെ കൂടെ നടന്നു, അവര് പാടത്തുകൂടെ നടന്നു, ഇപ്പൊ കതിര് പറിച്ചു തിന്നു. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ചിത്രീകരണമാണ് അവിടെ. അപ്പോൾ ഇവിടെ യോഹന്നാൻ എഴുതി വരുമ്പോൾ പറയുകയാണ്, ഏത് ഈ വെളിച്ചത്തിലേക്ക് വരുന്നില്ല എന്നുള്ള വിഷയം നിക്കോദെമോസുമായിട്ടുള്ള സംസാരത്തിന് ശേഷം, നിക്കോദെമോസുള്ള സംസാരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിനുശേഷം തൻ്റെ ശിഷ്യന്മാരുമായി യഹൂദ്യ ദേശത്ത് വന്ന് അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. യോഹന്നാനും ശാലെമീൻ അരികത്ത് ഐനോനിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ യോഹന്നാൻ ഇവിടെ തുടക്കത്തിലെ വിഷയം പറഞ്ഞു, പക്ഷെ അവിടെ അല്ല അതിന്റെ പഞ്ച് കിടക്കുന്നത്. പഞ്ച് താഴോട്ട് വരുമ്പോൾ എന്താണ് യോഹന്നാൻ അവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു തരുവാനായിട്ട് ഉദ്ദേശിക്കുന്ന വിഷയം?
അവിടെ യോഹന്നാന്റെ ശിഷ്യന്മാര് യേശുവിന്റെ അടുക്കിലേക്ക് വരും. 25-ാം വാക്യത്തിൽ വരുമ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരിൽ ചിലർക്ക് ഒരു യഹൂദനുമായി ശുദ്ധീകരണത്തെക്കുറിച്ചൊരു വാദമുണ്ടായി. നമുക്കറിയാം യഹൂദന്മാരുടെ ശുദ്ധീകരണം നിയമം അത് വേറെ, അത് ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയം. അപ്പൊ മാനസാന്തരപ്പെട്ട് സുവിശേഷം വിശ്വസിക്കുക എന്നുള്ള വിഷയത്തോട് ചേർന്ന് ഉള്ള വിഷയങ്ങൾ ഇവിടെ നടക്കുമ്പോൾ ഈ യഹൂദനുമായിട്ടൊരു സംവാദം അവർക്കുണ്ടായി. ഈ വിഷയം താൻ വന്ന് യോഹന്നാന്റെ അടുക്കൽ ഈ ശിഷ്യന്മാർ പറയുന്നതാണ് ഇവിടുത്തെ രംഗം. അപ്പൊ അവിടെ വന്ന് പറയുമ്പോൾ അവിടെ വാദമുണ്ടായ വിഷയമല്ല ഇവരുടെ പ്രശ്നം. അപ്പൊ ശരിയായ പ്രശ്നത്തെ അവിടെ കൈകാര്യം ചെയ്യുകയാണ് യോഹന്നാൻ ചെയ്തത്. അതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവർക്കൊരു വാദമൊക്കെ ഉണ്ടായി, അത് കാഷ്വലായിട്ട് യോഹന്നാൻ അങ്ങ് പറഞ്ഞു പോയത്. ആ വാദത്തെക്കുറിച്ച് യോഹന്നാൻ അവിടെ ഒന്നും പറയുന്നില്ല. 26-ാം വാക്യത്തിൽ വരുമ്പോൾ അവർ യോഹന്നാന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, യോർദാൻ നരികെ നിന്നോട് കൂടെ ഇരുന്നവൻ, നീ സാക്ഷീകരിച്ചിട്ടുള്ളവൻ തന്നെ, ഇതാ സ്നാനം കഴിപ്പിക്കുന്നു, എല്ലാവരും അവന്റെ അടുക്കൽ ചെന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ പ്രശ്നം അതാണ്. യേശു യോഹന്നാൻ സ്നാനപ്പെടുത്തുന്ന ആളുകളെക്കാൾ കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നു. അപ്പൊ നമ്മുടെയൊക്കെ പ്രശ്നം ഇതൊക്കെ തന്നെയാണ്. നമ്മളെക്കാട്ടിലും കൂടുതൽ ഫലവത്തായി ആരെങ്കിലും ശുശ്രൂഷ ചെയ്താൽ, സഭയിൽ നന്നായിട്ട് വചന ശുശ്രൂഷ ചെയ്താൽ, സൺഡേ സ്കൂൾ നന്നായിട്ടൊന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ കുശുമ്പ് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകും. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരും സ്വാഭാവിക മനുഷ്യരാണ്. യേശുവിന്റെ ശിഷ്യന്മാർ 12 പേരും സ്വാഭാവിക മനുഷ്യർ തന്നെയാണ്. അപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, യേശു നീ സ്നാനപ്പെടുത്തിയതിനേക്കാൾ കൂടുതൽ, അതായത് യോഹന്നാന്റെ അടുക്കൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ യേശുവിന്റെ അടുക്കിലേക്ക് പോകുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വിഷയം. അത് അവർക്കൊരു പ്രശ്നമാണ് ഉള്ളിൽ. അവർ യേശുവിനെ ചൂണ്ടിക്കാണിച്ചു, ഞാൻ വഴിയൊരുക്കാൻ, കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ വന്നവനാണ് ഞാൻ എന്നൊക്കെ യോഹന്നാൻ പറഞ്ഞെങ്കിലും രണ്ടുപേരും സ്നാനപ്പെടുത്തുമ്പോൾ എൻ്റെ പക്ഷത്ത് കൂടുതൽ, ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകളുണ്ട് എന്ന് പറയുന്നത് ഒരു അഭിമാന വിഷയമാണ്. എന്നാൽ യോഹന്നാൻ അവിടെ വന്നിട്ട് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 27-ാം വാക്യം, അവിടെയാണ് യോഹന്നാൻ ഈ വിഷയം, യോഹന്നാന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇതിനുമ്പോൾ പല കാര്യങ്ങളും പഠിച്ചു. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു പറയുന്ന മറ്റൊരു വിഷയം കൂടെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ടുണ്ട്. ആ വിഷയം പറയുവാനായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ ഇവിടെ 27-ാം വാക്യത്തിലേക്ക് വന്നപ്പോൾ, അതിന് യോഹന്നാൻ, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാനായിട്ട് കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും യോഹന്നാൻ ഒരു സാധാരണ മനുഷ്യൻ, നമ്മളെ പോലെയൊക്കെയുള്ള ഒരു മനുഷ്യനാണെങ്കിൽ യേശു കാര്യമൊക്കെ ശരിയാണ്, ഗുരുവാണ്, മശികയാണ്, വരാനുള്ളത്. പക്ഷെ ഞാനിവിടെ ഉള്ളപ്പോൾ, അത് വഴിയൊരുക്കാൻ വന്നവൻ ഇവിടെ ഉള്ളപ്പോൾ, പൂർത്തീകരിച്ചു വന്നവൻ ഇത്ര വലിയ ആളൊന്നും ആകണ്ട, അവരൊക്കെ ഇങ്ങോട്ട് വിളിക്കാൻ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് ഉണ്ടാകേണ്ടത്. എന്നാൽ ഈ ശിഷ്യന്മാരോട് യോഹന്നാൻ പറയുന്ന വാക്ക്, സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ കർത്താവ് ആളുകളെ സ്നാനപ്പെടുത്തുന്നു എന്നുള്ള വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ യോഹന്നാന് അതിനോടുള്ള പ്രതികരണം എന്ന് പറയുന്നത്, ദൈവം അധികാരം കൊടുത്തിട്ടല്ലാതെ അവർക്ക് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ദൈവത്തിന്റെ പരമാധികാരം എന്ത് എന്നുള്ള ഒരു വിഷയം യോഹന്നാൻ ഇവരെ ടീച്ച് ചെയ്യുകയാണ്. ഉയരത്തിൽ നിന്ന് അധികാരം ലഭിച്ചിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പോൾ ഇവിടെ താഴ്മയുടെ ഒരു ചിത്രം, നമ്മൾ പുതിയ നിയമത്തിൽ താഴ്മയുള്ളവരായിരിക്കണം എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. താഴ്മയുള്ളവരായിരിക്കണം എന്ന ഉപദേശം നമ്മൾക്കുണ്ട്, നിർദ്ദേശമുണ്ട്, മാതൃകകളുണ്ട്. എന്നാൽ ഈ താഴ്മ എങ്ങനെ ഉണ്ടാകുന്നു എന്നത് സംബന്ധിച്ച് യോഹന്നാൻ വളരെ കൃത്യമായിട്ട് സ്നാപക യോഹന്നാന്റെ ജീവിതത്തിൽ കൂടെ നമ്മളോട് സംസാരിക്കുകയാണ്. അപ്പൊ യോഹന്നാൻ ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞ ഈ താഴെ 27 തൊട്ട് 30 വരെയുള്ള വാക്യങ്ങളിൽ യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താഴ്മയിൽ അടിസ്ഥാനപ്പെട്ട, അല്ലെങ്കിൽ അതിന്റെ പിന്നിലുണ്ടായിരുന്ന പ്രത്യേകമായിരിക്കുന്ന 1-2 ഘടകങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്നാമതായിട്ട് ദൈവത്തിന്റെ പരമാധികാരം. അവിടെ പറയുന്നത്, ഉയരത്തിൽ നിന്ന് അധികാരം ലഭിച്ചില്ല എങ്കിൽ ചെയ്യുവാനായിട്ട് കഴിയില്ല, ഒന്നും ചെയ്യുവാനായിട്ട് കഴിയില്ല. അപ്പൊ ഉയരത്തിൽ നിന്നുള്ള, അല്ലെങ്കിൽ ഒരു ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. നമ്മൾ പലപ്പോഴും നമ്മുടേതായ സ്വന്തം ബുദ്ധിക്കും സ്വന്തം ശക്തിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യുക. എന്നാൽ ദൈവത്തിന്റെ ഒരു നിയമനം അതിന്റെ പിന്നിലുണ്ട്, ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് വ്യവസ്ഥ. ഉണ്ട് എന്നുള്ള വിഷയത്തിൽ നമ്മൾ ബോധ്യം ഉള്ളവരായിരിക്കണം. അതാണ് ഒരു പ്രത്യേകമായിരിക്കുന്ന വിഷയം. നമ്മൾ രക്ഷയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോഴും ദൈവം മനുഷ്യന് വെളിപ്പെടുത്തി തന്നാൽ മാത്രമേ മനുഷ്യന് രക്ഷ എന്നുള്ള സന്ദേശം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയത്തുള്ളൂ. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 21 തൊട്ട് 22 വാക്യങ്ങള്. ലൂക്കോസ് 10-ന്റെ 21, 22.
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 65-ാം വാക്യം. യോഹന്നാൻ 6:65 മാത്രം ഒന്ന് വായിക്കാം. മറ്റേ റെഫറൻസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. യോഹന്നാൻ 6:65 ഇത് ഹേതുവായിട്ട് അത്ര ഞാൻ നിങ്ങളോട് പിതാവ് കൃപ നൽകിയിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവം മനുഷ്യർക്ക് രക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തി കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ മനുഷ്യനെ രക്ഷയിലേക്ക് വരുവാൻ. സുവിശേഷം എല്ലാവരും കേൾക്കുന്നുവെങ്കിലും ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ ഭാഷയിൽ പറയുമ്പോൾ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം. രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവഹിതപ്രകാരം ജീവിക്കണമെങ്കിലും ഈ ഹൃദയദൃഷ്ടിയിൽ പ്രകാശനം ഉണ്ടാകണം. ഇവിടെ ഈ യോഹന്നാൻ സ്നാപകൻ ഇവിടെ പറയുന്ന വിഷയം 27-ാം വാക്യത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊടുത്തിട്ടല്ലാതെ മനുഷ്യന് ഒന്നും ലഭിപ്പാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ, യേശു കർത്താവ് അവിടെ കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നത് ഇറ്റ് ഈസ് എ ഡിവൈൻ അപ്പോയിന്റ്മെന്റ്. ഏറ്റവും കൂടുതലായിട്ട് സ്നാനപ്പെടുത്തുവാനായിട്ടുള്ള ദൈവിക അധികാരപ്പെടുത്തൽ, ആളുകളെ മാനസാന്തരപ്പെടുത്തുവാനായിട്ടുള്ള ദൈവിക അധികാരപ്പെടുത്തൽ പുത്രന്റെ മേലുണ്ട്, അല്ലെങ്കിൽ യേശുവിന്റെ മേലുണ്ട് എന്നുള്ള വിഷയം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്തുക. അപ്പൊ യോഹന്നാന് ശിഷ്യന്മാരുണ്ട്, യേശുവിനെ അനുഗമിച്ച യോഹന്നാന്റെ ശിഷ്യന്മാരുണ്ട്. ഈ രണ്ട് കൂട്ടരും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണണം. ഇവിടെ യോഹന്നാന്റെ വാക്ക് കേട്ട് പത്രോസും അന്ത്രയോസും ഒക്കെ കർത്താവിനെ അനുഗമിച്ചവര് കർത്താവിന്റെ കൂടെയുള്ള, അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താവും ശിഷ്യന്മാരും സ്നാനപ്പെടുത്തി എന്ന് പറയുന്നത്. ബാക്കിയുള്ളവർ യോഹന്നാന്റെ ശിഷ്യന്മാർ തന്നെയാണ്, അവര് യോഹന്നാന്റെ കൂടെയാണുള്ളത്. അവര് ഈ യോഹന്നാനോട് പറയുന്ന വിഷയമാണ്, യേശുവിന്റെ കൂടെയാണ് കൂടുതൽ ആളുകൾ സ്നാനപ്പെടുന്നത്. അപ്പോൾ യോഹന്നാൻ പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് ലഭിച്ചതല്ലാതെ ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. അപ്പോൾ 28-29 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അതിൽ രണ്ടാമത്തെ വിഷയം താൻ വ്യക്തമായിട്ട് പറയുകയാണ്, ഞാൻ ക്രിസ്തു അല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവൻ അത്ര എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളാവുന്നു. അപ്പോൾ യോഹന്നാൻ വളരെ കൃത്യമായിട്ട് പറയും, ക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം ക്രിസ്തു നിറവേറ്റുന്നു. ഞാൻ വന്നത് ക്രിസ്തുവായിട്ടല്ല, ക്രിസ്തുവിന് മുന്നൊരുക്കുവാൻ അല്ലെങ്കിൽ വഴിയൊരുക്കുവാനായിട്ട് അല്ലെ മുൻഗാമിയായിട്ട് വന്നു എന്ന് പറയുമ്പോൾ അവരുടെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയും. ഇന്ന് എല്ലാവർക്കും മൂപ്പൻ സ്ഥാനം ഇഷ്ടം. സുവിശേഷം അറിയാൻ ചിലർക്ക് ഇഷ്ടമുണ്ട്, പക്ഷെ എല്ലാവർക്കും മൂപ്പൻ സ്ഥാനം ഇഷ്ടം. അത് ശ്രേഷ്ഠവരമാണെന്നാണ് നമ്മൾ വിശ്വാസികളൊക്കെ പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ കൊരിന്ത്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവിടെയും ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്ന നിലയിൽ അതേക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടാകണം. അപ്പോൾ ഇവിടെ താഴ്മയുടെ ഒരു ചിത്രീകരണമായിട്ട് യോഹന്നാൻ എടുത്തു പറയുന്ന ഒരു വിഷയം, താൻ യേശുവിനെ വഴിയൊരുക്കുവാനായിട്ട് വന്ന ഒരു ഫോർ റണ്ണർ, ഒരു മുൻഗാമി, ഒരു വലിയ ദ്വീപ്, അല്ലെങ്കിൽ ഇപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ അതിന് മുമ്പിൽ ഒരു അനൗൺസ്മെന്റ്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വഴി കടന്നു വരുന്നു. പണ്ട് രാജാക്കന്മാർ വരുമ്പോൾ രാജാവ് ഇതാ എഴുന്നള്ളുന്നെന്നും പറഞ്ഞ് ആളുകൾ വിളിച്ചു പറയും, അവരുടെ മന്ത്രിമാരും അല്ലെങ്കിൽ അവരുടെ ആ കാഹളത്തോടുകൂടി അവർ ആ വിഷയം വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ തൻ്റെ പരിധി എവിടം വരെയാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി താൻ അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അത് മറ്റുള്ളവർക്ക്, തൻ്റെ ശിഷ്യന്മാർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു എന്ന് കാണുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവിടെ 30-ാം വാക്യത്തിൽ വരുമ്പോഴാണ് യോഹന്നാന്റെ ആറ്റിറ്റ്യൂഡ്, മനോഭാവം കൃത്യമായിട്ട് പറയുന്നത്, അവൻ വളരണം, ഞാനോ കുറയണം. ആത്മീക ശുശ്രൂഷ രംഗത്ത് നാം ആയിരിക്കുമ്പോൾ വിശ്വാസികളായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ, ശുശ്രൂഷകന്മാരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ, സുവിശേഷകന്മാരും മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും, അവരാണ് ശുശ്രൂഷകന്മാര്. നമ്മൾ എല്ലാവരുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട ഒരു വിഷയം, ഒരു മനോഭാവം, ഒരു ദൈവിക മനോഭാവം അല്ലെങ്കിൽ ഒരു ആത്മീക മനോഭാവമാണ്, അവൻ വളരണം, ഞാനോ കുറയണം. ഇന്ന് നമ്മുടെയൊക്കെ ചിന്ത നേരെ തിരിച്ചാ, ഞാൻ വളരണം, ഞാൻ എല്ലാത്തിലും ടോപ്പ് ആയിരിക്കണം എന്നൊരു ചിന്ത. അത് മാനുഷികമാണ്, ജഡികമാണ്, ആത്മീകമല്ല. ആത്മീകമായ ചിന്ത എന്ന് പറയുന്നത്, ഞാൻ എന്തു ചെയ്താലും, എൻ്റെ ശുശ്രൂഷ ചെയ്യുമ്പോഴും അവിടെ കർത്താവ് വളരണം, അല്ലെങ്കിൽ കർത്താവിന് വളർച്ച കുറവൊന്നും ഉണ്ടായിട്ടല്ല. അപ്പോൾ അവിടെ യോഹന്നാൻ പറയുന്നത്, അവൻ വളരണം എന്ന് പറഞ്ഞാൽ അവന്റെ മഹത്വം ഉയർന്നു നിൽക്കണം എന്നതിൻ്റെ ആശയം. അപ്പൊ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മുടെ മനോഭാവം കർത്താവിന്റെ മഹത്വം ഉയർന്നു നിൽക്കണമാ എന്നാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹപൂർണ്ണമായി തീരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിന് രണ്ട് കാര്യം ആവശ്യം. ഒന്ന്, ദൈവത്തെക്കുറിച്ച് നമുക്കുള്ള ബോധ്യം. അപ്പോസ്തലനായ പൗലോസ് കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല, ക്രിസ്തു എത്രേ എന്നിൽ ജീവിക്കുന്നു.
അതുപോലെ തന്നെ പൗലോസ് കൃത്യമായിട്ട് കർത്താവിന്റെ തേജസ് കണ്ടപ്പോൾ ഞാൻ ജഡമയൻ, പാപത്തിന് അധീനതയുള്ള ശരീരത്തിൽ ഞാൻ ജീവിക്കുന്നു. ദൈവഭക്തന്മാർ ദൈവത്തിന്റെ മഹത്വം ദർശിച്ചപ്പോൾ അവർ ഉടൻ തന്നെ കണ്ടത് തങ്ങളുടെ ജീവിതത്തിലെ കുറവുകളാണ്. ഇന്ന് നമ്മൾക്ക് ഈ കുറവുകൾ കണ്ടെത്താൻ കഴിയാത്തതിന് കാരണം ഇന്ന് നമ്മൾ കുറവൊന്നും ഇല്ലാത്തവരാ, എല്ലാം തികഞ്ഞവരായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അത് തന്നെയാണ് ഇന്ന് രക്ഷിത ഗണത്തിന്റെ ഏറ്റവും വലിയ പരാജയം. നമ്മളുടെ ജീവിതത്തിലെ കുറവുകളെ കാണുവാൻ നമുക്ക് കഴിയുന്നില്ല, അല്ലെങ്കിൽ കുറവുകൾ ഉണ്ട് എന്ന് സമ്മതിക്കുവാനായിട്ട് നമുക്ക് കഴിയും. നമ്മളെല്ലാം തികഞ്ഞവരാണ്. അതിന് പഫ്ഡ് അപ്പ് എന്ന് പറയും, എല്ലാം തികഞ്ഞവർ, ഇങ്ങനെ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്നവർ എന്നുള്ള. പക്ഷെ അതുകൊണ്ട് എന്നെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ദൈവവചനം എത്ര കേട്ടാലും നമുക്കിതൊന്നും ഉള്ളിലോട്ട് ചെല്ലത്തില്ല. എന്നാൽ അങ്ങനെ ആയിരിക്കാനായിട്ട് പാടില്ല. ഇവിടെ ദൈവം ആരാണ് എന്ന വ്യക്തമായ ബോധ്യം ഒന്നാമത് നമുക്ക് ഉണ്ടായിരിക്കണം. അതിന് 28, 29 വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ യോഹന്നാൻ എടുത്ത് പറയുകയാണ്, ഞാൻ നിങ്ങളോട് മുന്നമേ പറഞ്ഞില്ലേ, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവന് വഴിയൊരുക്കുവാനായിട്ട് വന്ന വ്യക്തിയാണ്. 29 വാക്യത്തിൽ വരുമ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന നല്ലൊരു ഉദാഹരണം 29 വാക്യത്തിൽ പറയുകയാണ്, മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. നമ്മുടെ കർത്താവിനോടുള്ള ബന്ധത്തിൽ അത് അപ്ലിക്കബിൾ ആയിട്ട് നിൽക്കുന്നു. എന്നാൽ ഇത് യഹൂദ പശ്ചാത്തലത്തിൽ ജൂവിഷ് കൾച്ചറിനോട് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു വിവാഹത്തോടുള്ള ബന്ധത്തിൽ പറയുന്നു, മണവാട്ടിയുള്ളവൻ മണവാളനാകുന്നു. അത് അവിടെ വെച്ചിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് പറയുകയാണ്, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ മണവാളന്റെ സ്നേഹിതനാരാ? ഈ മണവാട്ടിയെ ഒരുക്കി കൊണ്ടുവരുന്ന വ്യക്തിയാണ്. യഹൂദ വിവാഹ സിസ്റ്റം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ മണവാളിന്റെ അടുക്കലേക്ക് ഈ മണവാട്ടിയെ അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്ന കാര്യസ്ഥനുണ്ട്. അതാണ് മണവാളന്റെ സ്നേഹിതൻ അല്ലെങ്കിൽ കാര്യസ്ഥൻ എന്ന് പറയുന്ന വ്യക്തി. ഈ മണവാട്ടിയെ മണവാളിന് ഏറ്റവും സ്വീകാര്യമായ നിലയിൽ അണിയിച്ചൊരുക്കി കൊണ്ടുവന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ചിത്രം. പരിശുദ്ധാത്മാവ് സഭയെ ഒരുക്കി കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന ആ ഒരു ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ അതിനകത്തെ പോയിന്റ് യോഹന്നാൻ എടുത്തു പറയുന്നത്, മണവാളന്റെ സ്വരം കേട്ടിട്ട് ഈ സ്നേഹിതൻ അത്യന്തം സന്തോഷിക്കുന്നു, എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താ? ഇവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത് സ്നാനമാണ്. യേശു കർത്താവ് കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നു. രണ്ടുപേരും യോർദാൻ നദിയിൽ നിൽക്കുകയാണ്. രണ്ടുപേരും യഹൂദ ദേശത്ത് നിന്നുകൊണ്ട് സ്നാനപ്പെടുത്തുകയാണ്. ശാലെമിനടുത്ത് അവിടെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അപ്പം അധികം ദൂരമല്ലാതെ കാര്യങ്ങൾ നടക്കുക. രണ്ടുപേരും സ്നാനപ്പെടുത്തുമ്പോൾ യോഹന്നാനോട് ഒരു പരാതിയും പരിഭവമായിട്ട് ഈ ശിഷ്യന്മാർ വന്ന് പറയുകയാണ്, യേശു നീ സ്നാനപ്പെടുത്തുന്നതിലും ജനങ്ങൾ മുഴുവൻ യേശുവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ യോഹന്നാൻ പറയുന്ന ഉദാഹരണം എന്താണ്? മണവാളന്റെ ശബ്ദം കേൾക്കുമ്പോൾ മണവാട്ടിയെ കൊണ്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിൽക്കുന്ന ആ സ്നേഹത്തിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ, ആ ഹൃദയത്തിന്റെ ഭാവമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ എനിക്കുള്ളത്. ഇതിന്റെ ഒരു ആത്മീക ചിത്രമുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സഭയെ അണിയിച്ചൊരുക്കി കർത്താവിന്റെ നാളിൽ കുഞ്ഞാടിന്റെ കല്യാണ നാളിലേക്ക് അണിയിച്ചൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ അണിയിച്ചൊരുക്കൽ പരിശുദ്ധാത്മാവ് ചെയ്യുമ്പോൾ അതിനാരെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉപയോഗിക്കുന്നത്? സഭയിലെ ശുശ്രൂഷകന്മാരെ. ഈ ഗൗരവം ഒന്നും പല ശുശ്രൂഷകന്മാർക്കും അറിയത്തില്ല. ഞാൻ ഉൾപ്പെടെയാ പറയുന്നത്. സഭാ ശുശ്രൂഷകന്മാരായിരിക്കുന്ന പലർക്കും ഈ ശുശ്രൂഷയുടെ ഗൗരവം, നമ്മൾ ഈ ഇത്രയും മഹത്വകരമായിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ചെയ്യുന്നത്, ഈ സഭയെ അണിയിച്ചൊരുക്കി കർത്താവിന് സ്വീകാര്യമായിരിക്കുന്ന സൗരഭ്യം പോകുന്ന ഏറ്റവും സൗന്ദര്യം ഉള്ളവ ആയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് പ്രസന്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം. നമ്മൾ വായിക്കുമ്പോൾ സഭയെ കറയും കളങ്കവും നീക്കി ശുദ്ധയാക്കി നിർത്തുവാനായിട്ട് കർത്താവ് തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമ്മൾ പഠിക്കുന്നുണ്ട്. കർത്താവ് അങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ശുദ്ധിയാക്കി വെച്ചു. ആ ശുദ്ധീകരണം തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് ദൈവം സഭയിലാക്കി വെച്ചിരിക്കുന്ന വ്യക്തികളാണ് മൂപ്പന്മാർ പ്രാഥമികമായിട്ട്. രണ്ടാമതായിട്ട് സുവിശേഷന്മാർ വരുന്നു, ഉപദേഷ്ടാക്കന്മാർ അതിനോട് ചേർന്ന് വരുന്നു. ഈ 3 കൂട്ടം ആളുകൾ ചേർന്ന് സഭയെ, ഓരോ സ്ഥലം സഭയെയും കർത്താവിനെ എതിരേൽക്കുവാൻ അനുയോജ്യമായ നിലയിലേക്ക് കറയും കളങ്കവും ഇല്ലാതെ, എന്ന് പറഞ്ഞാൽ കറയും കളങ്കവും പറ്റാതെ ആ വെൽ ഡ്രസ്സിൽ കൊണ്ടുചെന്നെത്തിക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. പലപ്പോഴും നമുക്ക് അതിന്റെ ഗൗരവം, നമ്മൾ ഇപ്പോഴും ഈ ചെളി വാരി എറിയുന്ന ഒരു ഫീലിംഗ് നമുക്ക് അന്യനും ചെളി വാരി എറിയാൻ നമുക്കിഷ്ടം, ശുദ്ധീകരിക്കാനല്ല. നമ്മുടെയൊക്കെ ആത്മീക കാഴ്ചപ്പാടിനായി യോഹന്നാന്റെ കാഴ്ചപ്പാട് പ്രകാരം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യം. യോഹന്നാൻ വളരെ കൃത്യമായിട്ട് അവിടെ സ്വാഭാവികമായിട്ടും യോഹന്നാൻ ചിന്തിക്കാം, ഞാൻ യേശുവിനെക്കാട്ടിലും മൂത്തതാണ്, 6 മാസം എനിക്ക് മൂപ്പ് കൂടുതലുണ്ട്, തന്നെക്കാട്ടിലും മുമ്പ് എന്നെക്കുറിച്ച് പ്രവചനം ഉണ്ടായിട്ടുണ്ട്, ഞാൻ മുൻഗാമിയാണ്, ഞാൻ ആദ്യം വന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് മാറിയിട്ട് ഇദ്ദേഹം വലിയ ആളായാൽ മതി എന്ന് ചിന്തിക്കാം.
എന്നാൽ യോഹന്നാൻ പറയുന്നത് ഞാൻ ക്രിസ്തുവല്ല. എന്തുകൊണ്ടാ? ക്രിസ്തു ആരാണ് എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഈ യോഹന്നാൻ ഉണ്ടായിരുന്നു. ആ കർത്താവിന് വഴിയൊരുക്കുവാനാണ് എന്നെ അയച്ചത് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവസന്നിധിയിലിരിക്കുമ്പോൾ, ഒരു വിശ്വാസിയായിട്ട് നാം ജീവിക്കുമ്പോൾ, ഒരു ശുശ്രൂഷകനായിട്ട് സഭയിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം കർത്താവ് എന്നെ എന്തിന് ആക്കി എന്നുള്ള ബോധ്യം. ആദ്യമായിട്ട് ഉണ്ടാകുന്ന വിഷയം ഈ കർത്താവ് ആരാണെന്നുള്ള ബോധ്യമാണ്. ഈ കർത്താവ് ആരാണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ താഴുവാനായിട്ട് പറ്റുന്നത്. അതിന്റെ ശരിയായ പ്രയോഗം, കർത്താവിന്റെ മഹത്വം ഒരു വ്യക്തി എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം താഴ്മയും വിധേയത്വവും ഉള്ളതായിരിക്കും ആ വിശ്വാസിയുടെ ജീവിതം. അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലും തുടർന്ന് 1-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന വിശ്വാസികളുടെ ജീവിതത്തിലും ഇങ്ങോട്ട് കടന്നു വന്ന നമ്മുടെ കാലയളവിലും നമ്മൾ വ്യക്തികളെ കാണുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതം സമർപ്പണമുള്ളതായി തീരുന്നത് ആ വ്യക്തിക്ക് കർത്താവിനെ കുറിച്ചുള്ള ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ, എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ കർത്താവിനെ എത്രത്തോളം മനസ്സിലാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ജീവിതം. ചിലപ്പോൾ നമ്മൾ ഒത്തിരി ഷാർപ്പായിരിക്കും. ഈ പ്രവാചകന്മാർ, ശമൂവേലുണ്ട്, ഏലിയാവുണ്ട്, ഏലീശയുണ്ട്, ഇവരടക്കം, മോശ അടക്കമുള്ള പ്രവാചകന്മാർ. മോശ എന്തുകൊണ്ട് അത്രയും ഷാർപ്പായി നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്? എന്നാൽ അഹറോൻ അത്രയും ഷാർപ്പ്നെസ് ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. കാരണം മോശ വന്ന് പറയുന്ന കാര്യങ്ങളാണ് അഹറോൻ കേട്ടുകൊണ്ടിരുന്നത്. ദൈവത്തെ മുഖാമുഖമായി കണ്ടത് മോശയായിരുന്നു. അതുകൊണ്ട് മോശയുടെ ഇടപെടൽ വളരെ ഷാർപ്പായിരുന്നു. ഇന്ന് നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നം, ദൈവവചനം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നം, നമ്മൾ പലപ്പോഴും പല കമന്റേറ്റേഴ്സിനും പുറകെ പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് പ്രാപിക്കാത്ത ഒരു കുറവ് നമ്മുടെ ശുശ്രൂഷകളിൽ ഷാർപ്പ്നെസ്, അതിന്റെ ഗൗരവം ഇല്ലാതാക്കി കളയുന്നുണ്ട്. മനുഷ്യന്റെ ആശയങ്ങൾ അല്ലെ മനുഷ്യനിൽ നിന്ന് കേട്ട് നമ്മൾ പ്രാപിക്കുമ്പോൾ അത് മാനുഷികമായിരിക്കുന്ന ബലഹീനതകളും കൂടെ മിക്സപ്പ് ചെയ്ത് വരുന്നത് കൊണ്ട് ദൈവവചനത്തിന്റെ മൂർച്ച കുറഞ്ഞു പോകും. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തലുകൾ അവിടെ കുറയും. അതുകൊണ്ട് അവിടെ വിധേയത്വം കുറയും, താഴ്മ കുറയും, സമർപ്പണം കുറയും. എന്നാൽ യോഹന്നാൻ ഈ വിഷയം വ്യക്തമായിട്ട്, യോഹന്നാൻ ഈ കർത്താവിന്റെ പരമാധികാരത്തെക്കുറിച്ച് പറയുന്നത് ഉയരത്തിൽ നിന്ന് അവന് കൽപ്പന ലഭിച്ചിട്ടില്ല എങ്കിൽ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. യോഹന്നാൻ പറയുന്നതിന്റെ മറുവശം എന്താ? അവൻ ഉയരത്തിൽ നിന്ന് സ്നാനപ്പെടുത്തുവാനായിട്ട് അധികാരം പ്രാപിച്ചിട്ടുള്ളവനായതുകൊണ്ട്, അവൻ ഉയരത്തിൽ നിന്ന് വന്ന ദൈവമായതുകൊണ്ട്, രക്ഷിതാവായതുകൊണ്ട് മാനസാന്തരപ്പെടുത്തി ജനങ്ങളെ സ്നാനപ്പെടുത്തുവാൻ എന്നെക്കാട്ടിലും ആധികാരികത ഈ കർത്താവിനുണ്ട് എന്നുള്ള വിഷയം യോഹന്നാൻ പറയേ. അപ്പൊ നമ്മുടെ ജീവിതത്തിലും ഈ കർത്താവിനെ കുറിച്ച് ഇങ്ങനൊരു ബോധ്യം ഉണ്ടാകണം. ദൈവം ആരാണ്, കർത്താവ് ആരാണ്, ആ വിഷയം മനസ്സിലാക്കി കഴിഞ്ഞാൽ രണ്ടാമത് നമ്മുടെ ജീവിതത്തിലുണ്ടായ വിഷയം നമ്മൾ ദൈവസന്നിധിയിൽ ആരാണ്, നമ്മൾ സഭയിൽ ആരാണ്, സമൂഹത്തിൽ ആരാണ് എന്നുള്ളതല്ല വിഷയം. ഞാൻ ആരൊക്കെയോ ആണ് എന്നതും അല്ല വിഷയം. ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ആരാണ്. അവിടെ യോഹന്നാൻ വ്യക്തമായിട്ട് പറയുക, ഞാൻ ക്രിസ്തു അല്ല. രണ്ടാമത്തെ വിഷയം അവിടെ പറയുന്നത് അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ. അയക്കുന്നതിനൊരു നിയോഗമുണ്ട്, ഒരു പർപ്പസിന് വേണ്ടി, ഒരു ഉദ്ദേശത്തിന് വേണ്ടിയാണ് അയക്കുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ സ്വർഗ്ഗത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അയക്കും. ആ അയക്കലിനൊരു ഉദ്ദേശമുണ്ട്. കാര്യസ്ഥന്, സഭയുടെ കാര്യസ്ഥ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പുത്രനാലും പിതാവിനാലും അയക്കപ്പെട്ടവനായിട്ട് പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവിനൊരു നിയോഗമുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവത്തിനൊരു നിയോഗം. കർത്താവിനെ പിതാവ് അയച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനൊരു നിയോഗമുണ്ട്, വീണ്ടെടുപ്പിന്റെ വഴി ഒരുക്കുക, ക്രൂശിൽ പ്രായശ്ചിത്തമായിട്ട് മരിക്കുക എന്നുള്ളത്. അത് കർത്താവിന്റെ നിയോഗമാണ്. യോഹന്നാൻ സ്നാപകന് ഒരു നിയോഗമുണ്ടായിരുന്നു. കർത്താവ് വരുമ്പോൾ അവന് വഴിയൊരുക്കുക, ഇവനാണ് ഈ ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ള വിഷയം യഹൂദന്മാരെ, ഇസ്രായേൽ ജനത്തെ കൃത്യമായിട്ട് പോയിന്റ് ചെയ്ത് കാണിക്കുവാനായിട്ട്. അവർക്ക് ഒത്തിരി കൺഫ്യൂഷനാണ്. ഈ പ്രവചന നിവൃത്തി ഏതിലാണ്, ആരിലാണ് നിവൃത്തിയാകുന്നത് എന്നൊരു സംശയം അവർക്കുള്ളത് കൊണ്ട് നസറനായ യേശു തന്നെയാണ് രക്ഷിതാവ് എന്നുള്ള വിഷയം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് യോഹന്നാൻ ഉണ്ടായിരുന്ന നിയോഗം. അപ്പോൾ യോഹന്നാൻ പറയാ, ഇതാണ് എൻ്റെ നിയോഗം, ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞാൽ ഈ കർത്താവ് പറഞ്ഞ, യോഹന്നാൻ പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുന്നവൻ അവൻ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദൈവത്തിന്റെ രക്ഷയെയും ന്യായവിധിയെയും കൃത്യമായിട്ട് പറഞ്ഞിട്ട് ഇപ്പോൾ കൃത്യമായിട്ട് ഞാൻ ക്രിസ്തു അല്ല, ആ ശുശ്രൂഷ ചെയ്യേണ്ടത് ആ ക്രിസ്തു തന്നെ. കാരണം അവൻ ദൈവമായതുകൊണ്ട് അത് ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അതന്നെ അവന് യോഗ്യനാണ്. എൻ്റെ ശുശ്രൂഷ എന്താ? ഞാൻ ആരാണ്? ഞാൻ ക്രിസ്തു അല്ല.
ഞാൻ ക്രിസ്തു അല്ലാത്ത കാലത്തോളം, എന്നെ ജനം അനുഗമിച്ചാലും, എന്നെ ആളുകൾ ശിഷ്യന്മാരെ എന്നെ പിന്തുടർന്നാലും, എനിക്ക് സമൂഹത്തിൽ വലിയ മാനം ലഭിച്ചാലും, ഞാൻ ക്രിസ്തു അല്ലാത്ത കാലത്തോളം ഞാൻ ആ മാനം തേടുവാനായിട്ട് പാടില്ല. ഞാൻ ക്രിസ്തുവല്ല എന്ന് വ്യക്തമായിട്ട് പറയുന്ന ഒരു അനുഭവം. പിന്നെ രണ്ടാമത്തെ വിഷയം, ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതല്ലാതെ ഒന്നും എനിക്കില്ല. അതാണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മുടെ ജീവിതത്തെ താഴ്മയാക്കുന്ന യോഹന്നാന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന രണ്ടാമത്തെ പാഠം. ഒന്ന്, ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവമല്ല, ഞാൻ ക്രിസ്തുവല്ല എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയുക. രണ്ടാമത്തെ വിഷയം, ദൈവത്തിൽ നിന്നും പ്രാപിച്ചതല്ലാതെ എനിക്കൊന്നുമില്ല. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ പൗലോസ് അവിടെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാം വാക്യം കൊരിന്ത്യ വിശ്വാസികളോട് പറയുന്ന വിഷയം പറഞ്ഞു വന്നിട്ട് അവിടെ പറയുകയാണ്, നിന്നെ വിശേഷിപ്പിക്കുന്നത് ആര്? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുന്നത് എന്ത്? ലഭിച്ചതല്ലെങ്കിലോ ലഭിച്ചതെങ്കിലോ ലഭിച്ചതല്ല എന്ന പോലെ പ്രശംസിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വന്തം കഴിവുകൊണ്ട് ദാനമായി ലഭിച്ചതാണ്, എന്നാൽ ഞാൻ സ്വന്തം പ്രയത്നം കൊണ്ട് നേടി എന്ന നിലയിൽ നീ അഭിമാനിക്കുന്നത് എന്ത്? ഇത്ര ക്ഷണത്തിൽ നിങ്ങൾ തൃപ്തന്മാരായി. ഇത് നമ്മുടെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു സവിശേഷത. ഈ കൊരിന്ത്യ വിശ്വാസികളുടെ ഒരു അനുഭവത്തിലൂടെയാ ഇന്നത്തെ ദൈവജനം കടന്നു പോകുന്നത്. നമ്മൾ അവരെ ജഡികന്മാരാണ്, പ്രാകൃതന്മാരാണ്, പിന്മാറ്റക്കാരാണെന്നൊക്കെ കൊരിന്ത്യയിലെ വിശ്വാസികളെ നമ്മൾ പറയുമെങ്കിലും കൊരിന്ത്യ വിശ്വാസികളുടെ ഏകദേശം അതേ ഒരു അനുഭവത്തിലൂടെ ഇന്നത്തെ ദൈവജനം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ സഭ വ്യത്യാസമില്ലാതെ രക്ഷിതഗണം കടന്നു പോകുന്നത് എന്ന് പറയുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ എന്തൊക്കെയാണ് ദൈവം ദാനമായിട്ട് തന്നതാണ് എന്നുള്ള വിഷയം വിട്ട് ഞാൻ ആർജിച്ചതാണ് എന്നൊരു ഭാവം വന്ന് ഉന്നത ഭാവത്തിലേക്ക് വന്നിരിക്കുന്നു. എന്നാൽ യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ പറയുന്ന വിഷയം, എന്നെ ദൈവം അയച്ചതാണ് ഒന്നാമത്. അയച്ചതിനൊരു ലക്ഷ്യമുണ്ട്, ഒരു നിശ്ചിത ഒരു നിർദ്ദിഷ്ട നിയോഗത്തിന് വേണ്ടിയാണ് ദൈവം എന്നെ അയച്ചത്. ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി ദൈവം എന്നെ അയച്ചു. ഞാൻ ആ ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുക. സഭയെ നയിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ, ഉപദേശിക്കുവാൻ, സഭയിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ഡീക്കന്മാരുടെ ശുശ്രൂഷ ചെയ്യുവാൻ അയച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും, ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തികൾക്ക് ഉണ്ടാകേണ്ട ഒരു ബോധ്യം, എവിടം വരെയാണ് എൻ്റെ ശുശ്രൂഷ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ഒരു ബോധ്യം ആ വിശ്വാസിക്കുണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയാണ്? സഭയെ ശിഥിലമാക്കുവാനായിട്ട് ഒരു ശുശ്രൂഷകനെയും ദൈവം സഭയിലാക്കുന്നില്ല. അങ്ങനെ ആക്കുന്നവർ കള്ള ഇടയന്മാരാണ് എന്ന് യോഹന്നാൻ 10-ാം അധ്യായത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമ്മുടെ നിയോഗത്തെക്കുറിച്ച് ഇവിടെ യോഹന്നാൻ കൃത്യമായിട്ട് നിയോഗം പറയണേ, എന്നെ അയച്ചതാണ്, അവന് വഴിയൊരുക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ നിയോഗം. അപ്പൊ ശുശ്രൂഷയെക്കുറിച്ച് നമുക്കുള്ള ശരിയായ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ താഴ്മ നൽകും എന്ന ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നു. ഇനി അതിൻ്റെ 29-ാം വാക്യത്തിന്റെ 2-ാം ഭാഗത്ത് വരുമ്പോൾ നമ്മളെ വാക്യം വായിച്ചു, എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു, അവൻ വളരണം, ഞാനോ കുറയാണ്. യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആത്മീക ദർശനം ഇതായിരുന്നു. ഒന്നാമത്തെ ബോധ്യം, ഞാൻ ക്രിസ്തുവല്ല എന്ന് പറഞ്ഞാൽ, ക്രിസ്തു അവിടെ കൂടുതൽ ആളുകളെ നിയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുമ്പോൾ ആ ശുശ്രൂഷ മാനുഷിക നിലയിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാക്കാൻ, ഒരു സീനിയോറിറ്റി കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ടായിരുന്നിട്ടും യോഹന്നാൻ കൃത്യമായി പറയുകയാണ്, ഞാൻ ക്രിസ്തുവല്ല, എന്നെ സ്നാനപ്പെടുത്തുവാൻ, ഞാൻ സ്നാനപ്പെടുത്തുന്ന മാനസാന്തര സ്നാനമാണ്. എന്നാൽ യേശു ക്രിസ്തു നടത്തുന്ന സ്നാനത്തിന്റെ മുന്നോടിയായി അതിന്റെ നടത്തിപ്പുകാരൻ, അതുകൊണ്ട് യോഹന്നാൻ സ്നാപകന്റെ സ്നാനം അറിയപ്പെടുന്ന മാനസാന്തര സ്നാനം എന്നാണ്. അപ്പൊ വിശ്വാസ സ്നാനത്തെ കുറിച്ച് കർത്താവ് ശിഷ്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് മുന്നോടിയായിട്ട് മാനസാന്തര സ്നാനത്തെ യോഹന്നാൻ വഴികാട്ടിയായിട്ട് വന്ന് കാണിച്ച് യോഹന്നാൻ ആ ബൗണ്ടറിയിൽ നിൽക്കുകയാണ്. അതിനപ്പുറത്തോട്ട് കടന്ന് കർത്താവിന്റെ സ്ഥാനം ഏറ്റെടുക്കുവാനോ, ഞാൻ കർത്താവിനെക്കാട്ടിലും സീനിയർ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശുശ്രൂഷയെ മഹത്വവൽക്കരിക്കാനോ ശ്രമിക്കാതെ താൻ കൃത്യമായി ആ സ്ഥാനത്തിനോട് പറയുകയാണ്, ഞാൻ ക്രിസ്തുവല്ല, എൻ്റെ നിയോഗം ഡിഫറൻ്റ് ആണ്. ക്രിസ്തുവിന്റെ നിയോഗം വേറെ, എൻ്റെ നിയോഗം വേറെ. ക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ നിയോഗത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം. 2, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടത് ഒരു പ്രത്യേക കാരണത്തിനാണ്, ഒരു പ്രത്യേക കാര്യത്തിനാണ്. ആ കർത്താവിന് സാക്ഷ്യം പറയുക എന്നുള്ളതാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യത്തിന്
നിങ്ങൾ തന്നെ സാക്ഷികളത്രേ എന്ന് പറഞ്ഞ് യോഹന്നാൻ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയം. ഈ യേശു കർത്താവ് കൂടുതൽ ആളുകളെ സ്നാനപ്പെടുത്തുന്നു എന്നുള്ള പരിഭവം പറഞ്ഞപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഞാൻ നിങ്ങളോട് മുന്നമേ പറഞ്ഞില്ലേ, ഞാൻ ഈ വ്യക്തിക്ക് വേണ്ടി പാത ഒരുക്കുവാനായിട്ട് അയക്കപ്പെട്ടവൻ. അതുകൊണ്ട് ആ വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി എന്നെ മണവാളൻ സന്തോഷിക്കുമ്പോൾ, മണവാളനെ കാണുമ്പോൾ, മണവാളന്റെ സ്നേഹിതൻ സന്തോഷിക്കുന്നത് എത്ര ഹൃദ്യമായാണോ ആത്മാർത്ഥമായാണോ അതുപോലെ ആ ശുശ്രൂഷ കാണുമ്പോൾ എന്നിൽ സന്തോഷമുണ്ടാകുന്നു. ഇതിനകത്തുള്ള പ്രായോഗിക പാഠം എന്ന് പറയുന്നത്, ദൈവമക്കളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ സഭയിൽ നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിൽ നമ്മളെക്കാൾ ശ്രേഷ്ഠമായ നിലയിൽ ശുശ്രൂഷ ചെയ്യുകയും ഫലം കാണുകയും ചെയ്യുമ്പോൾ അവരെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ ഔന്നത്യം തെളിഞ്ഞു വരുന്നത്. ഈ വിഷയമാണ് അതിനു മുമ്പ് പറഞ്ഞത്, സത്യം വെളിച്ചത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് പറയുന്നത്. സാക്ഷ്യം എന്ന് പറയുന്നത് പരസ്പരം അംഗീകരിക്കുന്ന ഒരു അനുഭവം. ഇതൊരു ആത്മീക വിധേയത്വത്തിന്റെ സമർപ്പണത്തിന്റെ അടയാളം. അപ്പൊ യോഹന്നാന്റെ ജീവിതത്തിൽ, യോഹന്നാൻ സ്നാപകന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന താഴ്മയുടെ മനോഭാവം എന്തായിരുന്നു? അവൻ വളരെയണം, കർത്താവ് മഹത്വമണിയണം. കർത്താവിന് മഹത്വമില്ലഞ്ഞിട്ടല്ല, കർത്താവ് മഹത്വമുള്ളവനാണ്. യോഹന്നാനെക്കാളും എല്ലാ നിലയിലും മഹത്വം അണിഞ്ഞവനാണ് കർത്താവ്. ദൈവമായതുകൊണ്ടും അതെ, ആളത്വപരമായും വ്യക്തിത്വപരമായും എല്ലാ നിലയിലും യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനാണ് കർത്താവ്. എന്നാൽ യോഹന്നാന്റെ മനോഭാവം എന്ന് പറയുന്നത് അവൻ വളരെയണം, ഞാനോ കുറയണം. അപ്പോസ്തലൻ പൗലോസിന്റെ ജീവിതത്തിലും പത്രോസിന്റെ ജീവിതത്തിലൊക്കെ പിൽക്കാലത്ത് അവർ മുന്നോട്ട് ജീവിച്ചു വന്ന് ജീവിതത്തിന്റെ അവസാന നാളുകളിലേക്ക് എത്തുമ്പോൾ അവിടെയൊക്കെയും ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. പൗലോസ് വളരെ തന്റെ സ്ഥാനത്തെക്കുറിച്ചൊക്കെ വളരെ ഡിഫെൻസീവായിട്ട് സംസാരിച്ചിട്ടുണ്ട്, ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, തന്റെ എഡ്യൂക്കേഷൻ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, തന്റെ ഉപദേശ നിലപാട് ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. ഒക്കെ ചെയ്യുമ്പോൾ തന്നെ പൗലോസിന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന മനോഭാവം കർത്താവ് വളരണം, അവൻ വളരണം, ഞാനോ കുറയണം എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒരു ദാസൻ, ബോൺ സെർവന്റ് ആണ് ഞാൻ എന്നുള്ളൊരു മനോഭാവം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ എത്തി നിൽക്കുക. സഭ ലോകത്തിലേക്ക് ഇറങ്ങി ഇങ്ങനെ പതിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തെ സഭയും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇങ്ങനെ മിക്സപ്പ് ആയിട്ട് കിടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ശേഷിപ്പിനെ ദൈവം അതിനിടയ്ക്ക് ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുക. അവരുടെ ഭാഷ ചിലപ്പോൾ അല്പം കട്ടിയായിരിക്കാം, അവരുടെ രീതി ചിലപ്പോൾ അല്പം കഠിനമായിരിക്കാം, പക്ഷെ അവരെ ദൈവം നിർത്തിയിരിക്കുന്നത് എന്തിനാ? യോഹന്നാനെ പോലെ, പൗലോസ് പറയുന്നത് പോലെ, പത്രോസ് പറഞ്ഞതുപോലെ, പെന്തക്കോസ്ത് നാളിൽ പത്രോസ് പറഞ്ഞ പോലെ, നിങ്ങൾ ക്രൂശിച്ച നസറനായ യേശുവിനെ തന്നെ ദൈവം കർത്താവും രക്ഷിതാവുമാക്കി വെച്ചു എന്ന് ഓർത്തുകൊള്ളുവൻ എന്ന് പത്രോസ് പറയുമ്പോൾ അതുവരെ ശാന്ത മനോഭാവത്തിൽ ഇരുന്ന പത്രോസിന്റെ ആത്മീക നവീകരണ മനോഭാവം പുറത്തേക്ക് വന്നു. അതിന് നമ്മുടെ പാപജടത്തിന് ഒരിക്കലും ഇതിനെ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിനെല്ലാം റിയാക്ഷൻസ് ഉണ്ടാകും. എങ്ങനെ റിയാക്ഷൻസ് ഉണ്ടാവും? മാനുഷികമായിരിക്കുന്ന റിയാക്ഷൻ അവനെ ഫിനിഷ് ചെയ്യണം. യിരെമ്യാ പ്രവാചകനെ എടുത്ത് പൊട്ടക്കിണറ്റിലിട്ടതും നമ്മുടെ ഏലിയാവ് മരുഭൂമിയിലേക്ക് ഓടിപ്പോകേണ്ടി വന്നതൊക്കെ കാരണം എന്താ? ജഡത്തിന്റെ പ്രവൃത്തികൾക്ക് മുമ്പാകെ ദൈവശബ്ദം വരുമ്പോൾ ജഡം വാളുമായിട്ടാണ് തിരിച്ചു പ്രതികരിക്കുക. എന്നാൽ നമ്മൾ എബ്രായ ലേഖനം 4:12 പറഞ്ഞതുപോലെ, കട്ടിയായി പോയാൽ തെറ്റിപ്പോയ ഒരു ഹൃദയത്തിലേക്ക് ഇരുവായ്ത്തലയുള്ള ദൈവത്തിന്റെ വചനമാകുന്ന വാൾ വന്ന ആഴത്തിൽ മുറിപ്പെടുത്തുമ്പോൾ അവിടെ മാനസാന്തരം ഉണ്ടാകുന്നുവെങ്കിൽ അത് ശുദ്ധീകരണത്തിലേക്ക് വരും. പക്ഷെ അത് 1% മാത്രമാണ് നമ്മൾ ഓർക്കേണ്ട ആവശ്യമുണ്ട്. ആ 1% എന്ന് പറഞ്ഞാൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവെ അരുളി ചെയ്യണമേ അടിയനിതാ എന്ന മനോഭാവത്തോടെ കേൾക്കുന്ന ഹൃദയത്തിൽ മാത്രമേ ദൈവത്തിന്റെ വചനം ക്രിയിച്ചു. അല്ലാത്തത് ഇങ്ങനെ കമത്തി വെച്ചിട്ട് വെള്ളം ഒഴിക്കുമ്പോൾ തൂകിപ്പോകുന്ന പോലെ. അപ്പൊ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ വ്യക്തിപരമായി ശോധന ചെയ്യേണ്ടി. പക്ഷെ അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അത് വളരെ സോഫ്റ്റ് ആയിരിക്കാം, വളരെ ഹാർഡ് ആയിരിക്കാം. പക്ഷെ ദൈവം സംസാരിക്കുന്നത് നമ്മളോട് വ്യക്തിപരമായി. ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ, ദൈവവചനം പഠിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. കർത്താവ് പിതാവിനോട് പ്രാർത്ഥിച്ചത്, നിന്റെ വചനം സത്യമാകുന്നു, നിന്റെ വചനത്താൽ അവരെ ശുദ്ധീകരിക്കണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ പ്രാർത്ഥന വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വിഷയം. കർത്താവെ നിന്റെ വചനത്താൽ എന്നെ ശുദ്ധീകരിക്കണം. നമ്മളൊക്കെ കുറവുള്ളവരാ. ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അറകളിലേക്ക്, ആഴങ്ങളിലേക്ക് കടന്നു വന്നിട്ട് ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ഡിസേൺ ചെയ്യുമെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യും. തെറ്റേത് ശരിയത്, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരും. അങ്ങനെ കാണിച്ചു തന്നു കഴിയുമ്പോൾ തെറ്റുകളെ വിശുദ്ധീകരിച്ച് കറക്റ്റ് ചെയ്ത് തിരുത്തി യഥാസ്ഥാനപ്പെടുന്ന വിശ്വാസികളിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയായിട്ട് പ്രവർത്തിക്കും.
നേരെ ഓപ്പോസിറ്റ്, ഈ വാള് വന്ന് കൊള്ളുമ്പോൾ ഹാർഡഡ് ആയിട്ട് ഇരിക്കുകയാണ്, എനിക്കിത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല, ഞാൻ ഇങ്ങനെ തന്നെ ജീവിക്കൂ എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഒരിക്കലും ദൈവം നിർബന്ധിച്ച ആരെയും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ യോഹന്നാന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആത്മീക ദർശനം, യോഹന്നാൻ ഇന്നും നമ്മൾക്കറിയാം വളരെ ചുരുങ്ങിയ കാലം ശുശ്രൂഷ ചെയ്ത് ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ തല പോയ മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിലും ഈ യോഹന്നാൻ സ്നാപകൻ എന്ന് പറയുന്ന വ്യക്തി ഉയർന്നു നിൽക്കാനായിട്ടുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, യോഹന്നാന്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ആ മനോഭാവം, അവൻ വളരണം ഞാനോ കുറയണം. എന്തായിരുന്നു അവന്റെ നിയോഗം? അതായിരുന്നു. ഹെരോദാവേ, ഒരു ദൈവദാസനായിരിക്കും നീ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് ഹെരോദിനോട് പറഞ്ഞു, തീർന്നു, ഫിനിഷ്ഡ്. പക്ഷേ ആ ഒരു ഒറ്റ വാക്ക് പറഞ്ഞതുകൊണ്ട് ഇന്നും വേദപുസ്തക ചരിത്രത്തിൽ യോഹന്നാൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആണ്, അവൻ വളരണം ഞാനോ കുറയും. എന്തായിരുന്നു നിയോഗം? കർത്താവിന് വഴിയൊരുക്കുക എന്നുള്ളത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും കർത്താവ് നമ്മൾ എന്തിനു വേണ്ടി വീണ്ടെടുത്തു എന്നുള്ള ബോധ്യം വ്യക്തിപരമായിട്ട് നമുക്കുണ്ടാകുന്നു. അതുണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആരാണ് എന്നുള്ള ബോധ്യം ഉണ്ടാകും. കർത്താവ് ആരാണെന്നുള്ള ബോധ്യം ഉണ്ടായി കഴിയുമ്പോഴാണ് ഞാൻ എത്രത്തോളം വിശ്വസ്തനായിരിക്കണം എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുന്നു. യോഹന്നാന്റെ ജീവിതത്തിൽ യോഹന്നാൻ ക്രിസ്ത്യാനി അവൻ ഉയരത്തിൽ നിന്ന് കൽപ്പന ലഭിച്ചിട്ടല്ലാതെ ആർക്കും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ യോഹന്നാൻ പറയുന്നത് അവൻ ഉയരത്തിൽ നിന്ന് വന്നവനാണ്, അവൻ അധികാരമുള്ളവനാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ വറി ചെയ്യേണ്ട ആവശ്യമുള്ള. രണ്ടാമത്തെ വിഷയം, അവൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് ഫലകരമാകുമ്പോൾ, ആളുകൾ അവന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ അതെന്റെ ഹൃദയത്തെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു വിഷയം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂട്ടു സഹോദരന്മാർ സഹോദരിമാർ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ദൈവം അവരെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ഫലകരമായി ചെയ്ത് ഫലം കാണുമ്പോൾ, ഓ കർത്താവേ, ആ സഹോദരി ആ ശുശ്രൂഷ ഏൽപ്പിച്ച് അത് ഫലകരമാക്കിയത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു, നിനക്ക് മഹത്വം ഉണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് നമ്മൾ വരുമ്പോഴാണ് നമ്മുടെ ആത്മീക ജീവിതം സന്തോഷകരമാകുന്നത്, അല്ലെങ്കിൽ അർത്ഥപൂർണ്ണമാകുന്നത്. ഇന്ന് അങ്ങനെ ഒരു കാലഘട്ടമല്ല. ഇന്ന് നമ്മൾ ഈ കൊരിന്ത്യ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഹൃദയം കഠിനപ്പെട്ട് ജഡത്തിന്റെ സ്വാധീനത്തിലാകപ്പെട്ട് നമ്മൾ സ്വാർത്ഥന്മാരായി മാറിയിരിക്കുന്ന ഒരു കാലമാണ്. എന്നാൽ അങ്ങനെ ആകുവാനായിട്ട് പാടില്ല. ദൈവത്തിന്റെ ആത്മാവ് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് ഈ വേദഭാഗത്ത് നമ്മൾക്ക് തരുന്ന ആ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്, അവൻ വളരണം ഞാനോ കുറയണം. അതുകൊണ്ട് അവൻ എത്രത്തോളം ശുശ്രൂഷയിൽ വിജയിക്കുന്നുവോ അത്രത്തോളം ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. എന്ന് എൻ്റെ ഹൃദയം സന്തോഷ പൂർണ്ണതയുള്ളതായി. പൗലോസ് ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്നറിയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ നിലനിൽക്കുന്നു എന്ന് അറിയുന്നത് തന്നെ എനിക്ക് ഏറ്റവും സന്തോഷം. യോഹന്നാൻ അപ്പോസ്തലനും അതേ വിഷയം പറയുന്നുണ്ട് ലേഖനത്തിൽ വരുമ്പോൾ, കുഞ്ഞുങ്ങളെ നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നു എന്ന് അറിയുന്നത് എൻ്റെ ഹൃദയത്തിന് ഏറ്റവും വലിയ സന്തോഷം. നമ്മുടെ സഭയിലെ വിശ്വാസികൾ വിശ്വാസത്തിൽ നിൽക്കുന്നതും ആത്മീയമായി വർദ്ധിക്കുന്നതും നമ്മൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന വിഷയമായി തീരണം. ഇനി അടുത്തൊരു വിഷയം, ഈ അവസാന ഭാഗം 31 തൊട്ടുള്ള വാക്യങ്ങളിലും കർത്താവിൽ വിശ്വസിക്കാനുള്ള ന്യായങ്ങളാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇതിനകത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, യോഹന്നാൻ ഈ 1-ാം അധ്യായം തൊട്ട് പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത്, ഇത് വായിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ യേശുക്രിസ്തു ആരാണെന്നും യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ട ആവശ്യകത എന്തെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്ത് മാറ്റം, എന്ത് പരിവർത്തനം ഉണ്ടാകുന്നു എന്നുള്ളതും ഹൃദ്യമായിട്ട് വ്യക്തമായിട്ട് ആഴമായിട്ട് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഞാൻ ഈ അധ്യായങ്ങളിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, യോഹന്നാൻ എത്ര ഹൃദ്യമായിട്ടാണ് ആ വിഷയം അവതരിപ്പിക്കുന്നത്. പലപ്പോഴും ഇതിൻ്റെ ഒന്നും മഹത്വം നമ്മൾ വേണ്ടോളം ഉൾക്കൊള്ളാറില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതം അല്പം ഇങ്ങനെ, എല്ലാവരുടെയും അല്ല കേട്ടോ, പൊതുവായി പറഞ്ഞ നമ്മുടെ കോമൺ ആയിട്ട് എന്നോട് ഉൾപ്പെടുത്തി പറഞ്ഞതാണ്, അല്പം പുറകോട്ടാണ്. നമുക്കിത് വേണ്ടോളം അങ്ങ് ഉൾക്കൊള്ളുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷെ യോഹന്നാൻ അങ്ങനെയുള്ള വ്യക്തികളുടെ ഹൃദയത്തിലേക്ക് വളരെ ശാന്ത സ്വരത്തിൽ ഹൃദയസ്പർശിയായി പൗലോസ് വെട്ടിമുറിക്കുന്ന ശൈലിയാണ്. പക്ഷെ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ ഹൃദ്യമായിട്ട് ഹൃദയത്തോട് മന്ത്രിക്കുന്ന രീതിയിൽ പറയാം, കർത്താവ് ദൈവമാണ്, ആ ദൈവം നമ്മളെ വീണ്ടെടുക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വന്നു, അതേസമയത്ത് ദൈവം ന്യായാധിപതി കൂടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ വരുന്ന ദിവസങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ യോഹന്നാൻ സ്നാപകൻ ഉണ്ടായിരിക്കുന്ന താഴ്മയുടെ മനോഭാവം, കർത്താവ് വളരണം. അത് കർത്താവ് മറ്റുള്ളവരെ ശുശ്രൂഷ ഏൽപ്പിക്കുമ്പോൾ ആ ശുശ്രൂഷ ഫലകരമായി തീരുമ്പോൾ, കർത്താവെ ആ ദൈവദാസനെ ആ ദൈവദാസിയെ ആ ശുശ്രൂഷ ഏൽപ്പിച്ച് അത് അനുഗ്രഹപൂർണ്ണമാക്കിയത് കൊണ്ട് കർത്താവെ എനിക്ക് സന്തോഷമായി, സ്തോത്രം എന്ന് പറയുവാനായിട്ട് ഇടയാകണം. പരസ്യമായിട്ട് പറയുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം, പറയില്ല മനസ്സിലെങ്കിലും കർത്താവ് അതോർത്ത് ഞാൻ നന്ദിയോട് സ്തുതിക്കുന്നു എന്ന് പറയുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ആത്മീയ ജീവിതം ഏറ്റവും ധന്യമായി എന്ന അതിൻ്റെ ആശയം. വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയങ്ങളെ കൃത്യമായി ഹൃദയത്തിൽ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.